നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് 10ാമത് വാർഷിക സമ്മേളനത്തിന് തൃത്താല വെള്ളിയാങ്കല്ലിൽ തുടക്കമായി. വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഡിസംബർ 23, 24, 25 തീയതികളിലായാണ് വാർഷിക സമ്മേളനം നടക്കുന്നത്. കാലത്ത് 6-ന് ആചാര്യ ഗോവിന്ദപ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ബൃഹത് അഗ്നിഹോത്രത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് 7:30 ധ്വജാരോഹണം നടന്നു. സംബോധ് ഫൗണ്ടേഷൻ കേരള ഘടകം ആചാര്യൻ സംപൂജ്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ദീപപ്രോജ്വലനം നിർവഹിച്ചു. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് പ്രസിഡന്റ് ടി.കെ. വിനയഗോപാൽ അധ്യക്ഷനായി. ഉച്ചയ്ക്ക് 2 മണിക്ക് നൃത്യങ്ങൾ നടന്നു. വൈകിട്ട് 4-ന് സാംസ്കാരിക സമ്മേളനവും. ടി.ജി. വിജയകുമാർ അധ്യക്ഷനായി. സിനിമാ സംവിധായകൻ രാമസിംഹൻ ആത്മാഭിമാനിയായ ഹിന്ദു എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. രാത്രി 7-ന് ഓട്ടൻതുള്ളൽ അരങ്ങേറി. മുരളി യജ്ഞേശ്വരം, കലാമണ്ഡലം അച്യുത പുതുവാൾ, എം.പി. രാമദാസ്, എ.പി. ശിവൻ ഭട്ടിത്തറ തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച രാവിലെ മാതൃസമ്മേളനം, വൈകിട്ട് 4:30 സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. CCTV ന്യൂസ്, തൃത്താല. നാഗലശ്ശേരി കോതച്ചിറയിൽ ഗൃഹനാഥനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കോതച്ചിറ മാത്തുപ്പറമ്പ് വീട്ടിൽ 65 വയസ്സുള്ള ചാത്തക്കുട്ടിയാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2:45 വീടിനകത്തു നിന്നും ചാത്തക്കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് പുലർച്ചെ 3 മണിയോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറിൽ വീണുകിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അസുഖബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. രാവിലെ 6:00 ചലിശ്ശേരി പോലീസും ഫയർഫോഴ്സും അധികൃതരും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കാർത്തിയായിനി ഭാര്യയാണ്. സ്മിത, സുരേഷ്, സുബിത എന്നിവർ മക്കളാണ്. മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. റാലിയോടെയായിരുന്നു സമ്മേളനം തുടങ്ങിയത്. ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് അഭിമാന പതാക എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് കൊപ്പം പഞ്ചായത്ത് സമ്മേളനം. കൊപ്പത്ത് സജ്ജമാക്കിയ സയ്യിദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ നഗരിലായിരുന്നു സമ്മേളനം. വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ നീങ്ങുന്നത് തടയുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നിവയാണ് സമ്മേളന ലക്ഷ്യം. ആമയൂരിൽ നിന്ന് ബഹുജന റാലി ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ടും തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിഞ്ഞത് അതൊരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങളൊരു ഫാഷിസ്റ്റ് സംഘടനയാണ് എന്നതുകൊണ്ടാണ് വരാനാവാതിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ. സഖാക്കളോട് ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു. ഒരു ചെറിയ ജയമായിരുന്നില്ല. അവിടുത്തെ വളരെ ചെറിയ ശതമാനം മുസ്ലിങ്ങൾ മാത്രമേ കർണാടകയിലുള്ളൂ. ഹിജാബായിരുന്നു BJPയുടെ ആയുധം. 82% ഹിന്ദുക്കളുണ്ട് അവിടെ. സിദ്ധരാമയ്യ ഒരു ഭാഗത്ത്, DK ശിവകുമാർ മറുഭാഗത്ത് ഒരുമിച്ചിരുന്നു. അവർ ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചു. ഞങ്ങളെക്കൊക്കെ ആകാവുന്ന ഞങ്ങളുടെ MCCയുടെ പ്രവർത്തകന്മാർ, പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒക്കെയും മനസ്സറിഞ്ഞ് അന്ന് ആ തെരഞ്ഞെടുപ്പിനെ കൂടെ നിന്നു. പ്രചാരണങ്ങൾക്ക് ഞാനടക്കമുള്ള ആളുകൾ വലിയ കാര്യം ഉണ്ടായിട്ടല്ല, കൂടെ നിന്നു കൊടുക്കാൻ ഞങ്ങളൊക്കെ പോയിരുന്നു. സമ്മേളനത്തിൽ വെച്ച് കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി റിയാസുദ്ദീൻ ഭൂരഹിതരായ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന സ്ഥലത്തിന്റെ ആധാര കൈമാറ്റം നടന്നു. VK ശ്രീകണ്ഠൻ MP വിശിഷ്ട അതിഥിയായിരുന്നു. ലീഗിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. 1000-ലേറെ അമ്മമാർ അണിനിരുന്ന ഹരിനാമ കീർത്തനങ്ങളാൽ മുഖരിതമായി തൃത്താല വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരം. വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് 10ാമത് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് അമ്മമാർ അണിനിരന്ന ഹരിനാമ കീർത്തനം ചൊല്ലൽ നടന്നത്. മനസ്സിൽ ഭക്തിയും ചുണ്ടുകളിൽ ഹരിനാമ കീർത്തന ശ്ലോകങ്ങളുമായി അമ്മമാർ ഒരുമിച്ചതോടെ യജ്ഞേശ്വരം ക്ഷേത്രാങ്കണവും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലായി. സദ്ഗമയ സത്സംഗ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഹരിനാമ കീർത്തനം രചിച്ചത് എന്നാണ് കരുതുന്നത്. മലയാള അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ ക്രമത്തിലാണ് ഇതിലെ ഓരോ ശ്ലോകവും ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ മലയാള അക്ഷരങ്ങളിലും ആരംഭിക്കുന്ന ശ്ലോകങ്ങൾ പ്രാർത്ഥനാ ഗാനമായ ഹരിനാമ കീർത്തനത്തിലുണ്ട്. സമഗ്രമല്ല, ഇങ്ങനൊരു അഭിപ്രായമുണ്ട്.
ആ അഭിപ്രായം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് പറയുന്നത് ഹിന്ദുമതം എന്നായിക്കോട്ടെ. മനസ്സിലാവുന്നില്ലേ? ക്രിസ്തുമതം, ഇസ്ലാം മതം, യഹൂദമതം, ജൈനമതം, ബുദ്ധമതം എന്ന് പറയും പോലെ ഹിന്ദുമതം എന്ന് പറഞ്ഞുകൂടാണ്. ഈ വ്യത്യാസം നമ്മൾ ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രചതുർഭുജ ഭ്രാജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേതാ വിശ്വയോനിപുനർവസു ഉപേന്ദ്രോ വാമന പ്രാംശുരമോഘശുചിരൂർജിത അതീന്ദ്രസംഗ്രഹ സർഗോ ഹൃദാത്മാ നിയമോ യമ വേദ്യോ വൈദ്യസദായോഗി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഗ്രാമങ്ങളിൽ ക്രിസ്മസ് കരോളുകൾ സജീവമായി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗര ഗ്രാമവീഥികളും. വെള്ളിയാഴ്ച സ്കൂൾ കോളേജുകൾ ക്രിസ്മസ് അവധിക്ക് അടച്ചതോടെയാണ് രാത്രി സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ ചെറിയ സംഘങ്ങളായി പാട്ടുകൾ പാടിയും ചെണ്ടയും നാസിക് ഡോളുകളെല്ലാം കൊട്ടിയും സാന്റ ഡ്രസ്സുകൾ അണിഞ്ഞുമായി ചെറിയ സംഘങ്ങൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നത്. മധുരമായി കുട്ടികൾ എത്തുന്നത് ശനി ഞായർ ദിവസങ്ങളിലും കരോൾ സംഘങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കും. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നിങ്ങളെ ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രതീക്ഷ എന്നുള്ള ഒരു സൊസൈറ്റി ഇവിടെ തുടങ്ങിയതിൽ ഏറെ സന്തോഷമുണ്ട്. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യം നിർത്തണങ്ങട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചത് കൊണ്ടാണ് നമുക്ക് എല്ലാ പ്രാവശ്യവും ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ എനിക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത്. അപ്പം അതിനൊക്കെ ഓടി നടന്നുകൊണ്ട് നമ്മുടെ പ്രതീക്ഷയുടെ കോർഡിനേറ്റർ നിങ്ങൾക്കൊപ്പം ഉണ്ട്. എന്തായാലും നമ്മളെ ഈ വർഷം അവസാനിക്കുകയാണ്. ഈ ഡിസംബർ മാസം അവസാനമായിട്ട് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വർഷത്തിലെങ്കിലും നമുക്കൊക്കെ നല്ലൊരു ജീവിത സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകളും അതുപോലെ തന്നെ പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ട്രഷറർ ഹബീബ് അധ്യക്ഷനായി. ടി.കെ. നാരായണദാസ് ക്രിസ്തുമസ് സന്ദേശം നൽകി. പുഷ്പലത, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കിറ്റ് വിതരണവും നടന്നു. ആറങ്ങോട്ടുകരയിൽ ശ്രീകൃഷ്ണ പരുന്തിനെ കണ്ടത് നാട്ടുകാർക്ക് കൗതുകമായി. ആറങ്ങോട്ടുകര സത്യൻ തിയേറ്റർ പരിസരത്താണ് റോഡരികിലുള്ള നെല്ലിമരത്തിൽ ശ്രീകൃഷ്ണ പരുന്തിനെ കണ്ടത്. ആളുകൾ കൗതുകത്തോടെ പരുന്തിനെ കാണാനെത്തി. പറന്നു പോകാതെ പരുന്ത് അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഇത് ആളുകൾക്ക് കൂടുതൽ കൗതുകമായി. വളരെ ചെറിയ ശബ്ദങ്ങളോ മറ്റ് ആളനക്കമോ ഉണ്ടായാൽ പോലും പറന്നകലുന്ന പരുന്ത് ഇത്രയും അടുത്തിരിക്കുന്നത് നാട്ടുകാർക്കിടയിൽ വലിയ കൗതുകമാണ് ഉണ്ടാക്കിയത്. നിരവധി പേരാണ് ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കാനെത്തിയത്. KSSPU പാലക്കാട് ജില്ലാ തല കലാമേള ഡിസംബർ 26 ചൊവ്വാഴ്ച കൂറ്റനാട് സംഘടിപ്പിക്കും. പ്രസിദ്ധ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
KSSPU പാലക്കാട് ജില്ലാതല കലാമേള ഡിസംബർ 26 ചൊവ്വാഴ്ച കൂറ്റനാട് വെച്ചാണ് നടത്തുന്നത്. രാവിലെ 9 മണിക്ക് കൂറ്റനാട് പെട്രോൾ പമ്പിന് മുൻവശത്ത് നിന്ന് പഞ്ചവാദ്യത്തിന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് മാസ് ഓഡിറ്റോറിയത്തിൽ പാലക്കാട് ജില്ലയിലെ 14 ബ്ലോക്കുകളിൽ നിന്നായി പങ്കെടുക്കുന്ന 250-ലധികം പെൻഷകരായ സർഗാത്മക പ്രതിഭകൾ 2 വേദികളിലായി മാറ്റുരയ്ക്കും. തിരുവാതിരക്കളി, സംഘനൃത്തം, ഒപ്പന, നാടകം, സിംഗിൾ ഡാൻസ്, മോണോ ആക്ട്, ഗാനമേള, അക്ഷരശ്ലോകം തുടങ്ങി 20-ലധികം ഇനങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കേരളപ്പിറവി ദിനത്തിന് അന്ന് മാതൃഭാഷാ ദിനമായി KSSPU ആചരിക്കുക. അന്ന് നടത്തുന്ന ബ്ലോക്കടിസ്ഥാനത്തിൽ നടക്കുന്ന കലാപരിപാടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ജില്ലാടിസ്ഥാനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ഒരു മത്സരാധിഷ്ഠാനത്തിൽ അല്ലെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരായാണ് എന്നുള്ളതൊരു മേന്മയാണ്. ഏതാണ്ട് 20-ഓളം ഐറ്റങ്ങളിൽ 200-ഓളം 250 തരം ആളുകൾ ഈ പരിപാടികളിൽ പങ്കെടുക്കും. പിന്നെ ആസ്വാദകരായി ഒരു 600-ഓളം പേര് നമ്മുടെ ജില്ലയിൽ ഈ പരിപാടിയിൽ പ്രദർശിപ്പിക്കുന്നതാണ്. 26-ാം തീയതിയാണ്. മറ്റൊന്ന് നമ്മുടെ ഈ ഒരു മുതിർന്ന പൗരന്മാരെന്നുള്ള നിലയിൽ സർവീസിനിടയ്ക്ക് ഇതൊക്കെ പങ്കെടുത്തവരുണ്ടാവും. പിന്നീട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരു അവസരം കൂടിയാണ് ഈ ഒരു കലാപരിപാടി. ഞാങ്ങാട്രിയിലെ ആര്യൻ കണ്ണനൂർ എഴുതി സുകുമാരൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനത്തോടെ കലാമേള തുടങ്ങും. പ്രസിദ്ധ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. KSSPU ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന സാംസ്കാരിക യോഗത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സണും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് VP റജീന, സ്വാഗത സംഘം വൈസ് പ്രസിഡന്റും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായ VV ബാലചന്ദ്രൻ, മറ്റ് പ്രമുഖരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KSSPU ജില്ലാ സാംസ്കാരിക സമിതി കൺവീനർ M രാമചന്ദ്രൻ, KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് P ശിവശങ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗം T ഹരിദാസ്, KSSPU തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് V രാമചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി AV ഹംസത്ത് അലി, പട്ടാമ്പി KSSPU ബ്ലോക്ക് സെക്രട്ടറി KM ഉണ്ണികൃഷ്ണൻ, സാംസ്കാരിക സമിതി തൃത്താല ബ്ലോക്ക് കൺവീനർ K മുരളീധരൻ, പ്രചരണ കമ്മിറ്റി കൺവീനർ C ദിനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. KSSPU കലാമേളകൾ ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. നിരന്തരമായ സംഘടനാ പ്രവർത്തനം, അതോടൊപ്പം അവകാശ പോരാട്ടങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സർഗാത്മക കലാപ്രകടനങ്ങളും ഞങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വർഷത്തെ കലാമേള തൃത്താലയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 14 ബ്ലോക്കുകളിൽ നിന്നായി ഏകദേശം 250-ലധികം കലാപ്രതിഭകൾ മാറ്റിനിൽക്കുന്ന ഈ പരിപാടിയിൽ പോലീസ് ഡിവൈഎഫ്ഐ നരനായാട്ടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് റഷീദ് കൊഴിക്കര, ബാബു നാസർ, P മാധവദാസ്, TK സുനിൽകുമാർ, AV സന്ധ്യ, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, ഫാത്തിമ, ഷംസുദ്ദീൻ, ഇജാസ് ചാലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. സർക്കാരിനെതിരായ ജനരോഷം കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ സംസ്ഥാനത്തുടനീളം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പോലീസുകാർക്ക് മനസ്സിലായി,
ഇവിടെ അടിച്ചാൽ തിരിച്ചടിക്കാൻ കോൺഗ്രസിന് കഴിയും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ നിയന്ത്രിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ഈ 10 ആളെ തള്ളിയതുകൊണ്ടൊന്നും ഈ ഗേറ്റ് മതിൽക്കെട്ട നിങ്ങളുടെ തലയിൽ വീണിട്ട് അവസാനം പാവങ്ങളെ ചോര ഒടിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ തടുത്താൽ നിൽക്കില്ല, നിങ്ങൾ ഈ പോലീസിനും തടുത്താൽ നിൽക്കില്ല. പക്ഷെ ഞങ്ങൾ മര്യാദക്കാരാണ്. അനാവശ്യമായി ഇങ്ങോട്ട് വന്നാൽ ഏത് പോലീസുകാരും, അത് ചാലശ്ശേരിയിലുണ്ട്, ചിലരൊക്കെ, എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയണ്ടല്ലോ, വന്നാലും അതൊക്കെ നേരിടാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തുണ്ട്. പിന്നെ എല്ലാ കാലഘട്ടത്തിലും നിങ്ങളുടെ ഒരു ധാരണ ഇവർ തന്നെ ഭരിക്കും, ഇനി ഒന്നും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ നടത്തുന്ന ഗുണ്ട ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് ഡിവൈഎഫ്ഐ നരനായാട്ടിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K. വിനോദ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ, ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. റഷീദ, DCC സെക്രട്ടറി PV മുഹമ്മദ് അലി, ബാബ മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പറയുന്ന ഗുണ്ടകളാണ്, പോലീസിലെ ക്രിമിനലുകളാണ്. അവരെയാണ് നിങ്ങൾ നിലയ്ക്ക് നിർത്തേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ നിയന്ത്രിച്ചു നിർത്തിയിട്ടുള്ള പ്രതിഷേധക്കാരെ വീണ്ടും ചെന്ന് ആക്രമിക്കാൻ ആര് തുനിഞ്ഞാലും അത് ക്രിമിനലിസമാണ്, ഗുണ്ടായിസമാണ്, അത് ക്രമസമാധാനമല്ല. അതാണ് ലോകത്തിലെ വികസിത രാജ്യങ്ങളിലൊക്കെ പോലീസിനെ കുറിച്ചുള്ള സങ്കല്പം. അവിടേക്കാണോ നിങ്ങൾ കേരളത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അതോ ഉത്തർപ്രദേശിന്റെ അവസ്ഥയിലേക്കാണോ, ബീഹാറിന്റെ അവസ്ഥയിലേക്കാണോ? ആളുകളെ കണ്ടെടുത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്ന തരത്തിലുള്ള പോലീസിംഗ് ആണോ ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമൊക്കെ കടമെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാനിത് വെറുതെ ചോദിച്ചതല്ല. കേരളത്തിൽ കൊലപാതകങ്ങൾ പോലീസ് ആവർത്തിക്കുന്നത് ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്താണ്. 1970-കളിലാണ് ഇതിനു മുമ്പ് നമ്മൾ എൻകൗണ്ടർ കില്ലിംഗുകളെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, വ്യാജ ഏറ്റുമുട്ടലുകൾ സൃഷ്ടിച്ച് പോലീസ് മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന അനുഭവം ഈ കേരളത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടായിട്ടുള്ളത് 1970-കളിലാണ്. ആ കാലത്ത് നിന്ന് കാലപരിപാടി മാറി, ജനപരിപാടി മാറി, പോലീസ് ഒരുപാട് മാറി. നമ്മുടെ ജനാധിപത്യം കൂടുതൽ പക്വതയാർജിച്ചു. അങ്ങനെ ഉണ്ടായിരുന്ന ഈ കേരളത്തിൽ വീണ്ടും എൻകൗണ്ടർ കില്ലിംഗുകൾ, ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ തിരിച്ചു വരുന്നത് 2016 പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 അല്ല 8 മനുഷ്യരെയാണ് പിണറായി വിജയന്റെ പോലീസ് വെടിവെച്ച് വന്നിട്ടുള്ളത് ഈ കേരളത്തിൽ. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.